സ്വർണപ്പാളികൾ കട്ട കള്ളന്മാരെ. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 എണ്ണം വേണം. കരിമണൽ തൈലമിട്ട് മൂടി മീനുക്കി, കരിമണൽ കർത്തയുടെ കാശും വാങ്ങി. മിണ്ടാത്തതെന്താണു മുഖ്യ, ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? എംബ്രാനപ്പം കട്ടുഭുജിച്ച, എംബ്രാനപ്പം കട്ടുഭുജിച്ച പാർട്ടിവാസികളൊക്കെ കക്കും, പാർട്ടിവാസികളൊക്കെ കക്കും. നമസ്കാരം സാർ. നമസ്കാരം. കുറെ ദിവസമായാലും കണ്ടിട്ട്. എവിടെ പോയി? നാട്ടിൽ പോയതായിരുന്നു. ആണോ? വോട്ട് ഒക്കെ ചെയ്യേണ്ട നേരം? വോട്ട് ചെയ്യുന്നില്ല. അയ്യോ, അങ്ങനെ ആവരുത്, പോയി വോട്ട് ചെയ്യണം. വന്നപ്പോ തന്നെ എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? ഇപ്പതാ പുതിയ 10ാമത്തെ പാരഡി ഇറക്കിയിരിക്കുകയാണ്. സ്വർണപ്പാളികൾ കെട്ട കള്ളന്മാരെ. നമ്മുടെ പിണറായിനെ ജയിലിൽ അടക്കേണ്ട ആ ഭാവനയിൽ നമ്മൾ ചെയ്തൊരു സാധനമാണ്. കടകംപള്ളി അതേപോലെയുള്ള കാട്ടുകള്ളന്മാരെല്ലാം ചെയ്ത ആ പാട്ടാണ് ഇപ്പം ഹിറ്റായി മാറിയിരിക്കുന്നത്. വളരെ ഹിറ്റാണ് ആ പട്ടം. നമ്മൾ വിചാരിക്കുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാട്ടാണത്. അത് അടിപൊളി പാട്ടാണ്. നമുക്ക് പ്രേക്ഷകർക്കായി ഒരുമിച്ച് ഞാൻ എഴുതിയ ഒരു 7 പാട്ടുകൾ ഒരുമിച്ച് തന്നെ കൊടുത്തേക്കാം. ഈ പാട്ട് ആദ്യമായിട്ട് നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് കേൾക്കാം. സ്വർണപ്പാളികൾ കട്ട കള്ളന്മാരെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. സ്വർണപ്പാളികൾ കട്ട കള്ളന്മാരെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂതനേതിഹാസ ചോരൻ ശബരി പമ്പ ഭൂമിയിൽ കവർന്നെടുത്ത സ്വർണമേ, പാർട്ടി കട്ട സ്വർണമേ. കവർന്നെടുത്ത സ്വർണമേ, പാർട്ടി കട്ട സ്വർണമേ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. സ്വർണപ്പാളികൾ കട്ട കള്ളന്മാരെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. അയ്യപ്പന്റെ കാനനത്തിൽ കാഴ്ച വന്ന കോടികൾ മുടിച്ച രക്തതാരമേ, പത്മവാസു സംഘമേ. മുടിച്ച രക്തതാരമേ, പത്മവാസു സംഘമേ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. കോടതി മുറികളിൽ ജയിലു തന്നഴികളിൽ നിറഞ്ഞ കൊള്ള സംഘമേ, നീ തകർത്തു പാർട്ടിയെ. നിറഞ്ഞ കൊള്ള സംഘമേ, നീ തകർത്തു പാർട്ടിയെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. കേരയിലിനുള്ളിലും കരിമണൽ കടത്തിലും തകർന്നു വീണ CPM തകർത്തതാണു വിപ്ലവം. തകർന്നു വീണ CPM തകർത്തതാണു വിപ്ലവം. പോപ്പുറത്ത് പോപ്പുറത്ത് നമ്മളൊത്തു ചൊല്ലിട. പോപ്പുറത്ത് പോപ്പുറത്ത് നമ്മളൊത്തു ചൊല്ലിട. സ്വർണപ്പാളികൾ കട്ട കള്ളന്മാരെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. സ്വർണപ്പാളികൾ കട്ട കള്ളന്മാരെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. ജയിൽ സലാം ജയിൽ സലാം ലാൽ സലാം സഖാക്കളെ. എവിടുന്നാണ് ഇങ്ങനെയുള്ള പാരഡികൾ വരുന്നത്? അതിലുള്ളൊരു ആശയം, അതായത് നമ്മളെ എല്ലാം വമ്പൻ ഹിറ്റ് ആവുകയാണ്. അതായത് നമ്മളെ പിണറായി ചേട്ടൻ അവിടെ ഉണ്ടാവുമ്പോൾ
വീണ ജോർജിനെ പോലുള്ള തട്ടിപ്പുകാരികൾ അപ്പുറം ഉണ്ടാവുന്നവരെ മരുമോൻ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ താനെ വന്നു പോകും. അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ, സ്വർണ്ണക്കൊള്ളയും അതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് കൈ തരിക്കും എഴുതാൻ. അതാണ് ഉണ്ടായത്, അല്ലാതെ വേറൊന്നുമില്ല. അതാണ് ആവേശം. കാരണം ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കൽ, നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇത്രയും കാലം പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനെ കൊടുത്ത ആൾക്കാർക്ക് പാർട്ടി നേതാക്കന്മാരെ കട്ടുപുജിക്കുകയാണെന്നുള്ള കാര്യം നേരിട്ട് കാണുമ്പോൾ അത് സ്വർണം ശബരിമല മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് അടുത്ത പാട്ടും കൂടെ ഒന്ന് കേട്ടേക്കാം. വീണയുടെ ഡാൻസ് ഉള്ളതാക്കാം അല്ലേ? വീണയുടെ അടിപൊളി ഡാൻസ് ഉള്ളതും കൂടി നമുക്ക് കൊടുത്തേക്കാം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 വേണം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 വേണം. ലിഫ്റ്റ് വേണം ലിഫ്റ്റൻ, വീട്ടിലും ബസ്സിലും കാലൊന്നു പൊക്കി വെക്കാൻ 6 വേണം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ഭരിക്കാതിരിക്കാൻ വയ്യെനിക്ക് വയ്യ. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ഭരണം. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ലാഭം. ഉപ്പാനും വയ്യ വയ്യ, ഇറക്കാനും വയ്യ വയ്യ, റിയാസും ഗണേശനും ഭായി ഭായിയല്ലേ. ഉപ്പാനും വയ്യ വയ്യ, ഇറക്കാനും വയ്യ വയ്യ, റിയാസും ഗണേശനും ഭായി ഭായിയല്ലേ. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ഭരിക്കാതിരിക്കാൻ വയ്യെനിക്ക് വയ്യ. ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം, 81 എന്റെ ചെറുപ്രായം. ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം, 81 എന്റെ ചെറുപ്രായം. 75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി ഐസകെ മിണ്ടതിരി ബാല. 75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി ഐസകെ മിണ്ടതിരി ബാല. ചത്താലും വീടില്ല ഞാൻ കേരളത്തിൻ ഭരണം, 81 എന്റെ ചെറുപ്രായം. ബൂർഷ്വാസി തൂലയട്ടെ അദാനിക്ക് ജയ് ജയ്, യൂസഫ് അലിക്ക് എവിടെയും ഉലുവമളാകാം. ബൂർഷ്വാസി തൂലയട്ടെ അദാനിക്ക് ജയ് ജയ്, യൂസഫ് അലിക്ക് എവിടെയും ഉലുവമളാകാം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും. കുഞ്ഞു മുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി, മുകേഷ് MLA തൊപ്പി വെച്ച കോഴി. കുഞ്ഞു മുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി, മുകേഷ് MLA തൊപ്പി വെച്ച കോഴി. ശശി പാർട്ടിക്ക് പ്രിയപ്പെട്ട കോഴി, ഗണേശനും റിയാസും തമ്മിലൊത്ത കോഴി. ശശി പാർട്ടിക്ക് പ്രിയപ്പെട്ട കോഴി, ഗണേശും റിയാസും തമ്മിലൊത്ത കോഴി. പിന്നെ 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 ശശീന്ദ്രൻ വെറും ഒരു മന്ത്രിപ്പണി കോഴി. ശശീന്ദ്രൻ വെറും ഒരു മന്ത്രിപ്പണി കോഴി. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും.
കരിമണൽ തൈലം വെട്ടി ഇത് എന്ത് തൈരാണ്? കത്തിച്ച് കളഞ്ഞല്ലോ അത്. ആ തൈലല്ലേ നമ്മുടെ പെണുങ്ങാണ്ടി മോൾക്ക് തലയിൽ തേച്ച് കൊടുക്കുന്ന മുടി വളരാൻ. പെണുങ്ങാണ്ടി തേക്കുന്നത് അത് തന്നെയാണ്, എല്ലാവർക്കും തേക്കാൻ കൊടുക്കുന്നത് അത് തന്നെയാണ്. അതിലൂടെ കോടികൾ കൊള്ളച്ചതിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. പാവം ആ കരിമണൽ മുതലാളി അയാൾ എങ്ങനെയൊക്കെയോ ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെണുങ്ങാണ്ടിയെ പോലുള്ള ആൾക്കാർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് തട്ടിപ്പ് നടത്താണ്. ശരിക്കും നിയമപരമായിട്ട് കൃത്യമായി ഗവൺമെന്റ് അവകാശപ്പെട്ടതൊക്കെ മേടിച്ച് ജനങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ പെണുങ്ങാണ്ടി അടിച്ചു മാറ്റി വിദേശത്ത്. ഇപ്പം പെണുങ്ങാണ്ടീൻ്റെ വരുമാനം എത്ര ഉണ്ട് അറിയൂ? കള്ളപ്പണ നിക്ഷേപം 1,00,000 കോടിയാണ്. 10,000 കോടിയുടെ രേഖ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് കുടുക്കി ഓഫീസിൽ നിർത്തുകൊണ്ടത്. അപ്പം നമുക്ക് കരിമണൽ തൈലമിട്ട് അത് കേട്ടാളോ. മൂന്നാമത്തെ പെട്ടാതായിക്കോട്ടെ. കരിമണൽ തൈലമിട്ട് മൂടി മീനുക്കി, കരിമണൽ കർത്തയുടെ കാശും വാങ്ങി, മാസപ്പടിയായി കർത്തയുടെ കാശും വാങ്ങി. ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചൊരുങ്ങി, എക്സ്ട്രാ ലോജിക്കില്ല തീരുട്ടു പുത്രി, മാസപ്പടിയുടെ കേസിൽ പെട്ട തീരുട്ടു പുത്രി. കരിമണൽ തൈലമിട്ട് മൂടി മീനുക്കി, കരിമണൽ കർത്തയുടെ കാശും വാങ്ങി, മാസപ്പടിയായി കർത്തയുടെ കാശും വാങ്ങി. എന്നും 16 പവൻ വേണം, അതിലീടി പിടിക്കാതെ കാക്കേണം. എന്നും 16 പവൻ വേണം, അതിലീടി പിടിക്കാതെ കാക്കേണം. അതിനച്ഛൻ മോടിന്റെ കാലു പിടിച്ചുകൊണ്ട് അലറി കരഞ്ഞിട്ട് ഇരിപ്പാണ്. തൃശൂർ പൂരം അലമ്പിച്ചു ഗോപിനെ ജയിപ്പിച്ചു, കേസെല്ലാം ഒതുക്കുന്നു വിജയനച്ഛൻ. തൃശൂർ പൂരം അലമ്പിച്ചു ഗോപിനെ ജയിപ്പിച്ചു, കേസെല്ലാം ഒതുക്കുന്നു വിജയനച്ഛൻ. കരിമണൽ തൈലമിട്ട് മൂടി മീനുക്കി, കരിമണൽ കർത്തയുടെ കാശും വാങ്ങി, മാസപ്പടിയായി കർത്തയുടെ കാശും വാങ്ങി. എന്നും ക്ലിഫ് ഹൗസിൽ ഉറങ്ങേണം, തുടർ ഭരണമതിന്നു ലഭിക്കേണം. എന്നും ക്ലിഫ് ഹൗസിൽ ഉറങ്ങേണം, തുടർ ഭരണമതിന്നു ലഭിക്കേണം. അതിനച്ഛൻ വിജയന് വോട്ടെല്ലാം കിട്ടണം, മരുമോനെ മുഖ്യനായി മാറ്റേണം. സുധാകരം വേണ്ട വേണ്ട, ഐസക്കും വേണ്ട വേണ്ട, പോറ്റി വാസു മന്ത്രിസഭ. സുധാകരം വേണ്ട വേണ്ട, ഐസക്കും വേണ്ട വേണ്ട, പോറ്റി വാസു മന്ത്രിസഭ. കരിമണൽ തൈലമിട്ട് മൂടി മീനുക്കി, കരിമണൽ കർത്തയുടെ കാശും വാങ്ങി, മാസപ്പടിയായി കർത്തയുടെ കാശും വാങ്ങി. ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചൊരുങ്ങി, എക്സ്ട്രാ ലോജിക്കില്ല തീരുട്ടു പുത്രി, മാസപ്പടിയുടെ കേസിൽ പെട്ട തീരുട്ടു പുത്രി. കരിമണൽ തൈലമിട്ട് മൂടി മീനുക്കി, കരിമണൽ കർത്തയുടെ കാശും വാങ്ങി, മാസപ്പടിയായി കർത്തയുടെ കാശും വാങ്ങി. ഒന്നും മിണ്ടാത്തത് എന്താണ് മുഖ്യം? അതെന്താണ് ആശയം? നമ്മുടെ വീണ ജോർജ് കണ്ണൂർ പോയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ കണ്ടില്ലേ? ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവരെ ആക്രമിച്ചു, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ്. അവിടെയുള്ള ക്യാമറകളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും പച്ചക്കള്ളം പറയാൻ എവിടെ നിന്നാണ് ഒരു ആരോഗ്യമന്ത്രി കഴിയുക? പിണറായി പറഞ്ഞു ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ MN ഷംസീർ വന്നു, അയ്യോ വയ്യേ അവര് ഇനി ഹോസ്പിറ്റലിൽ പോവാണ് എന്നുള്ളത്. അപ്പം തന്നെ അവർ ഹോസ്പിറ്റലിൽ കിടത്തി. പിണറായി ഹെലികോപ്റ്ററിൽ പറഞ്ഞെത്തി. നമ്മളെ നാട്ടുകാരെ പൈസയാണല്ലോ, ഇവിടുത്തെ നികുതി അടയ്ക്കുന്ന പൈസ കൊണ്ടല്ലേ ഹെലികോപ്റ്ററായിട്ട് നടക്കുന്നത്. അപ്പൊ പിണറായി എത്തി. അന്നപ്പോഴേക്ക് വലിയ വാർത്തയായി. അവസാനം നോക്കുമ്പോൾ എന്താ അറിയോ, എല്ലാ ചാനലുകാരെയും അവിടെ ക്യാമറ വെച്ച് നോക്കി, CCTV നോക്കി,
ഈ KSU കുട്ടികൾ അവിടെ അടുത്തേക്ക് പോലും പോയിട്ടില്ല. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ അടുത്ത പാട്ട് എഴുതിയത്. അടുത്ത പാട്ട് ഒന്നും മിണ്ടാത്തത് എന്താണ് മുഖ്യ എന്നുള്ള പാട്ടില്. കാരണം ഒന്നും മിണ്ടുന്നില്ല പിണറായി അതിനെ കുറിച്ചിട്ട്. കാരണം ഇത് കള്ളമാണെന്ന് പറഞ്ഞ് തെളിഞ്ഞപ്പം ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല പിണറായി. അതിന്ന് കിട്ടിയതാണ് എനിക്ക് അത് എഴുതാനുള്ള താല്പര്യം. മിണ്ടാത്തതെന്താണു മുഖ്യ, ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ, നീ നാണം മറന്നു റിയാസിനെ ഓർത്തോ, മിണ്ടാത്തതെന്താണു മുഖ്യ, ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ. ഗണേശന്റെ തന്ത്രിയിൽ കാമം തുടിക്കുന്ന, ഗണേശന്റെ തന്ത്രിയിൽ കാമം തുടിക്കുന്ന നാറുന്ന കഥയുടെ മുന്നിൽ ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ, ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ, നീ നാണം മറന്നു റിയാസിനെ ഓർത്തോ, മിണ്ടാത്തതെന്താണു മുഖ്യ, ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ. ഭാര്യയെ കൊഴിച്ചൊഴിവാക്കിയ റിയാസിന്റെ അമ്മായി അച്ഛനല്ലേ നീ, ഭാര്യയെ തൊഴിച്ചൊഴിവാക്കിയ റിയാസിന്റെ അമ്മായി അച്ഛനല്ലേ നീ, പുറത്താക്കണം അവനെയും എന്ന ഗണേശന്റെ, പുറത്താക്കണം അവനെയും എന്ന ഗണേശന്റെ ഉമ്മാക്കി ഭയന്നതിനാലോ, ഒന്നും മിണ്ടാത്തതെന്താണു വിജയ, മാങ്കൂട്ടത്തിലിൻ വീറൊട്ടുമില്ലാതെ ക്ലിഫ് ഹൗസിലൊളിച്ചൊരു വിജയ, മാങ്കൂട്ടത്തിലിൻ വീറൊട്ടുമില്ലാതെ ക്ലിഫ് ഹൗസിലൊളിച്ചൊരു വിജയ, നീ വീമ്പടിച്ചൊരു സ്ത്രീരക്ഷ പൊളിയെന്ന്, നീ വീമ്പടിച്ചൊരു സ്ത്രീരക്ഷ പൊളിയെന്ന് വീണ്ടും തെളിയുന്ന രാവിൽ ഒന്നും മിണ്ടാത്തതെന്താണു വിജയ, ഒന്നും മിണ്ടാത്തതെന്താണു വിജയ, നീ നാണം മറന്നു റിയാസിനെ ഓർത്തോ, മിണ്ടാത്തതെന്താണു വിജയ, ഒന്നും മിണ്ടാത്തതെന്താണു മുഖ്യ. അടുത്തത് നമ്മൾക്ക് വീണ ജോർജിനെ പറ്റി തന്നെയുള്ളൊരു സാധനമായിരുന്നു. നമ്മൾ എല്ലാ ഹോസ്പിറ്റലും സർക്കാർ ഹോസ്പിറ്റലും ശസ്ത്രക്രിയ ചെയ്യാൻ എന്ത് കിട്ടും? കത്രിക കിട്ടും. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ചെമ്പരിവാൾ വയറ്റിലിട്ട്, ചെമ്പരിവാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ അരിവാൾ ഉണ്ടല്ലോ, അതിന് പകരം ചെമ്പരിവാളാക്കിയതാണ്. പൊന്നരിവാൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് KPSCയുടെ, ആ പാട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ അത് എഴുതിയത്. അതും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇത് കേരളം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ പാട്ട്. ഒറ്റ ദിവസം തന്നെ 3 ലക്ഷം ആളുകളാണ് അത് കണ്ടത്. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ, ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ, കഴുത്തുളുക്കുന്നോളെ. CPM-ൽ പാഴ്കതിരാം മന്ത്രിണിയായോളെ, വീണമീട്ടി വീണമീട്ടി നുണകളെത്ര പാടി, നുണ
നുണകളെത്ര പാടി. ഒന്നൊഴിയാതൊന്നു സിസ്റ്റമിടറി വരും നേരം എന്തിനാണ് വാർത്തകാരോട് ഈ കലഹം കള്ളി, ഈ കലഹം കള്ളി. എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ, എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ, എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ. സിസ്റ്റമോർത്തു തന്നെ കുഴയുകയോ നിൻ കരൾ, തോറ്റോടും നിൻ കരള്, തോറ്റോടും നിൻ കരള്. കാത്തു നിന്നെ കത്രികയും മസ്കിറ്റുമെടുക്കാൻ വീണ്ടും വീണ്ടും സർജറികൾ, സർജറികൾ തന്നെ. ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ പാഴ് സർജറികൾ ചെയ്യാൻ. CPM-ൻ പാഴ്ക്കതിരെ നിന്നെയോർത്തു കഷ്ടം. വോട്ടുകാരൻ നാളെയുടെ വോട്ടുകാരൻ ഞാനും, വോട്ടുകാരൻ ഞാനും. ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കും നോളെ, കഴുത്തുളുക്കും നോളെ. ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കും നോളെ, കഴുത്തുളുക്കുന്നോളെ. ഗോവിന്ദനമ്മ AKG സെന്ററിലുണ്ട്. അതെന്തിനാ ആസ്പദമാക്കിയിട്ട്? ഗോവിന്ദൻ അമ്മാവ AKG സെന്ററിൽ എന്തുകൊണ്ട്? അതായത് CPM-ഉം BJP-യും കൂടെയുള്ള ധാരണ. അതായത് പിണറായി വിജയന്റെ കേസുകളെല്ലാം, എന്തൊക്കെ കേസുണ്ട്? നയതന്ത്ര ബാഗേജിൽ വന്ന സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, പിന്നെയോ നമ്മുടെ AI ക്യാമറ വിവാദം, പിന്നെ കരിമണൽ കേസ്, മോളെ ആദായ നികുതി വകുപ്പ് പിടിച്ച കേസ്, പിന്നെയോ നമ്മുടെ ലൈഫ് മിഷൻ തട്ടി പാവപ്പെട്ട ആൾക്കാർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി 19 കോടി അയച്ചാൽ 9 കോടി മോഷ്ടിച്ച കേസ്. അതിലാണ് നമ്മുടെ ശിവശങ്കറും സ്വപ്നയ്ക്ക് ജയിലിൽ കിടക്കുന്നത്. യഥാർത്ഥ കള്ളൻ പുറത്തിരിക്കുകയാണ്. അതാണ് ആ കേസ്. അതാണ് ഗോവിന്ദൻ അമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്, അമ്പളി അമ്മാവ താമര കൊമ്പളിയിൽ എന്തുണ്ട് ഉള്ള പാട്ടാണ് നമ്മുടെ ആ പാട്ട്. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്, ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്. കൊമ്പിട്ടിരിപ്പാണോ, തല താഴ്ത്തി കുത്തിയിരിപ്പാണോ, കൊമ്പിട്ടിരിപ്പാണോ, തല താഴ്ത്തി കുത്തിയിരിപ്പാണോ. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്, ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്. ചിറ്റപ്പൻ കൂടെയുണ്ടോ, ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ, ചിറ്റപ്പൻ കൂടെയുണ്ടോ, ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ. അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ, അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ. ജയിലിന്ന് പോരുമ്പോ ഇരുമൂടി കണ്ടിട്ട് പോന്നിടുമോ, വീണ മകൾക്കു വേണ്ടി സ്വയമൊന്നു ലാവിലിൻ കേസിനായി. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്, പേടിച്ചിരിപ്പാണോ, ഈടിയെ പേടിച്ചിരിപ്പാണോ. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്, ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്. താമരപ്പൂവിരിക്കാൻ അമ്മാവൻ സീറ്റെത്ര വിട്ടു നൽകും, താമരപ്പൂവിരിക്കാൻ അമ്മാവൻ സീറ്റെത്ര വിട്ടു നൽകും. മോഡി ഷായുമായി കേസൊതുക്കാൻ സീറ്റെത്ര ധാരണയായി, മോഡി ഷായുമായി കേസൊതുക്കാൻ സീറ്റെത്ര ധാരണയായി. വാസുവിനെയും ഘടകത്തെ മൊറ്റരുതെന്നോർത്തു പറഞ്ഞിടുമോ, പാർട്ടിക്ക് തന്നതൊന്നും പറയരുതെന്നു
പറഞ്ഞിടുമോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? പേടിച്ചിരിപ്പാണു കോടിഞ്ഞെല്ലാം പോണത് കണ്ട് കണ്ട്. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? പോറ്റിയമ്മ പ്രേംകുമാറും പോയത് കഷ്ടമായേ. ഐഷ പോറ്റിയമ്മ പ്രേംകുമാറും പോയത് കഷ്ടമായേ. 25 സെന്റിൽ ജോസിനെ കെട്ടിത്തളച്ചതാണോ? 25 സെന്റിൽ ജോസിനെ കെട്ടിത്തളച്ചതാണോ? അയ്യപ്പ കോപത്താൽ CPM കോട്ടക്കൊഴിച്ചിലാണേ. മുങ്ങുന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ഒറ്റയ്ക്കിരിക്കയാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്കൊരു വൺ വേ ടിക്കറ്റ്? വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്കൊരു വൺ വേ ടിക്കറ്റ്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? നമുക്ക് ലാസ്റ്റ് ഒരു ഓട്ടം തുള്ളലും കൂടെ ആയാലോ? ആയിക്കോട്ടെ, പിന്നെന്താ? അതാണ് എംബ്രാൻ അല്പം ഒറ്റമുചിച്ചാൽ, അതേപോലെ അമ്പലവാസികളും കട്ടുമുചിക്കുക. അതായത് നമ്മളെ ഓട്ടം തുള്ളലിൽ നമ്മുടെ കുഞ്ചൻനമ്പ്യാരെ ഹിറ്റ് സാധനമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ പാരഡി എഴുതിയിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാന കാര്യം, ഈ പിണറായി എല്ലാ കാര്യം മോഷ്ടിക്കുമ്പോൾ സഖാക്കൾ മോഷ്ടിക്കണ്ടേ? അതാണ് 10 വർഷം നടന്നത്. അതിനെക്കുറിച്ചുള്ള പാട്ടാണ്. അങ്ങനെ നമുക്ക് ആ പാട്ടും കൂടി കേൾക്കാം. എംബ്രാനപ്പം കട്ടുഭുജിച്ച എംബ്രാനപ്പം കട്ടുഭുജിച്ച പാർട്ടിവാസികളൊക്കെ കക്കും പാർട്ടിവാസികളൊക്കെ കക്കും. എംബ്രാനപ്പം കട്ടുഭുജിച്ചാൽ പാർട്ടിവാസികളൊക്കെ കക്കും. എംബ്രാനപ്പം കട്ടുഭുജിച്ചാൽ പാർട്ടിവാസികളൊക്കെ കക്കും. എംബ്രാൻ സ്വർണം കട്ടുഭുജിച്ചാൽ എംബ്രാൻ സ്വർണം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അമ്പലവാസികളൊക്കെ കക്കും. എംബ്രാൻ സ്വർണം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. എംബ്രാൻ സ്വർണം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. സഹകരണത്തിൻ ബാങ്കുകളല്ല സഹകരണത്തിൻ ബാങ്കുകളല്ല കട്ടുമുടിച്ചു സഖാക്കളല്ല കട്ടുമുടിച്ചു സഖാക്കളല്ല. സഹകരണത്തിൻ ബാങ്കുകളല്ല കട്ടുമുടിച്ചു സഖാക്കളല്ല. സഹകരണത്തിൻ ബാങ്കുകളല്ല കട്ടുമുടിച്ചു സഖാക്കളല്ല. ഖജനാവാകയെടുത്തു നിറച്ചു ഖജനാവാകയെടുത്തു നിറച്ചു സഖാക്കൾ അവരുടെ കാലൻ കുടവയർ. സഖാക്കൾ അവരുടെ കാലൻ കുടവയർ. ഖജനാവാകയെടുത്തു നിറച്ചു സഖാക്കൾ അവരുടെ കാലൻ കുടവയർ. ഖജനാവാകയെടുത്തു നിറച്ചു സഖാക്കൾ അവരുടെ കാലൻ കുടവയർ. എന്നിട്ടാർത്തി ശമിക്കാതവരാ എന്നിട്ടാർത്തി ശമിക്കാതവരാ പമ്പ കടന്നു കറങ്ങി നടന്നു. പമ്പ കടന്നു കറങ്ങി നടന്നു. എന്നിട്ടാർത്തി ശമിക്കാതവരാ പമ്പ കടന്നു കറങ്ങി നടന്നു. എന്നിട്ടാർത്തി ശമിക്കാതവരാ പമ്പ കടന്നു കറങ്ങി നടന്നു. 18 പടി കണ്ടു ഭ്രമിച്ചു 18 പടി കണ്ടു ഭ്രമിച്ചു. ശ്രീകോവിൽ കണ്ടിക്ഷ പിടിച്ചു ശ്രീകോവിൽ കണ്ടിക്ഷ പിടിച്ചു. 18 പടി കണ്ടു ഭ്രമിച്ചു ശ്രീകോവിൽ കണ്ടിക്ഷ പിടിച്ചു. 18 പടി കണ്ടു ഭ്രമിച്ചു ശ്രീകോവിൽ കണ്ടിക്ഷ പിടിച്ചു. സ്വർണ്ണപ്പാളിയിൽ മത്തു പിടിച്ചു സ്വർണ്ണപ്പാളിയിൽ മത്തു പിടിച്ചു. ചെമ്പായി മാറ്റാൻ ക്യാപ്സൂളെത്തി ചെമ്പായി മാറ്റാൻ ക്യാപ്സ്യൂളെത്തി. സ്വർണ്ണപ്പാളിയിൽ മത്തു പിടിച്ചു ചെമ്പായി മാറ്റാൻ ക്യാപ്സൂളെത്തി. സ്വർണ്ണപ്പാളിയിൽ മത്തു പിടിച്ചു ചെമ്പായി മാറ്റാൻ ക്യാപ്സ്യൂളെത്തി. കള്ളൻ പോറ്റിയെ മുന്നിലിരുത്തി കള്ളൻ പോറ്റിയെ മുന്നിലിരുത്തി. പിന്നിലിരുന്നു പത്മകുമാരൻ പിന്നിലിരുന്നു പത്മകുമാരൻ. കള്ളൻ പോറ്റിയെ മുന്നിലിരുത്തി പിന്നിലിരുന്നു പത്മകുമാരൻ. കള്ളൻ പോറ്റിയെ മുന്നിലിരുത്തി പിന്നിലിരുന്നു പത്മകുമാരൻ. മൂളിയിരുന്നു കൊടുത്തു മുരാരി മൂളിയിരുന്നു കൊടുത്തു മുരാരി. പോലീസ് ദാസോ ധൈര്യവുമേകി പോലീസ് ദാസോ ധൈര്യവുമേകി. മൂളിയിരുന്നു
മൂളിയിരുന്നു കൊടുത്തു മുരാരി പോലീസ് ദാസോ ധൈര്യവുമേകി. മൂളിയിരുന്നു കൊടുത്തു മുരാരി പോലീസ് ദാസോ ധൈര്യവുമേകി. കള്ളൻ പോറ്റിയെ മുന്നിലിരുത്തി പിന്നിലിരുന്നു പത്മകുമാരൻ. 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 മൂളിയിരുന്നു കൊടുത്തു മുരാരി മൂളിയിരുന്നു കൊടുത്തു മുരാരി പോലീസ് ദാസോ ധൈര്യവുമേകി. പോലീസ് ദാസോ ധൈര്യവുമേകി. മൂളിയിരുന്നു കൊടുത്തു മുരാരി മൂളിയിരുന്നു കൊടുത്തു മുരാരി പോലീസ് ദാസോ ധൈര്യവുമേകി. പോലീസ് ദാസോ ധൈര്യവുമേകി. മൂളിയിരുന്നു കൊടുത്തു മുരാരി പോലീസ് ദാസോ ധൈര്യവുമേകി. മൂളിയിരുന്നു കൊടുത്തു മുരാരി പോലീസ് ദാസോ ധൈര്യവുമേകി. ഈ പാട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അതായത് കേരളത്തിലെ ജനങ്ങൾ എൻ്റെ ഈ 7 ഹിറ്റ് പാട്ടുകളും സ്വീകരിച്ചിരിക്കുകയാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതമന്യേ കൃത്യമായി ആളുകൾ സ്വീകരിച്ചതിൻ്റെ കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും അതായത് ക്രിമിനൽ പ്രവർത്തനങ്ങളുമാണ് എന്നുള്ളതാണ് സത്യം. അവർ ഉണ്ടാക്കിയ സാധനങ്ങളെ വെച്ച് ഞാൻ എഴുതിയ ഇതാണ്. ഇനി ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് തന്നെ ഈ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കല്ല, ഇന്ന് തന്നെ സുഹൃത്തുക്കൾക്ക് അയക്കുക, പിന്നെ അവർ അറിയുന്ന ആൾക്കാർക്ക് അയക്കുക, അവരോട് പറയുന്നത് എല്ലാവർക്കും അയക്കാൻ വേണ്ടി. ഇത് കേരളം മുഴുവൻ ഇത് പ്രചരിക്കണം, അത് കേരളത്തിന് മുഴുവൻ ജനങ്ങൾ കാണണം. അതിന് പ്രേക്ഷകരാണ് വിചാരിക്കേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പാട്ടുകൾ മുഴുവൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് അത് കൃത്യമായിട്ട് അവരെ കൊണ്ട് കേൾപ്പിക്കണം, എല്ലാവരോടും കേൾക്കാൻ പറയണം. എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കും. ഇന്ന് ഇപ്പോൾ ഉച്ച മുതൽ സമയമുണ്ട്. നാളെ രാവിലെ വരെയുള്ള സമയത്തിൽ എൻ്റെ 7 ആദ്യത്തെ പാട്ടുകൾ നിങ്ങൾ കേട്ട ശേഷം അത് എല്ലാവരും തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കുക. അവരോട് പറയാം നിങ്ങളുടെ സുഹൃത്തുക്കളെ അയക്കാൻ വേണ്ടി ഗ്രൂപ്പുകളൊക്കെ ഇടുക. കേരളം മുഴുവൻ വ്യാപിക്കട്ടെ. കാരണം ഇനി ഒരു ഭരണം ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുണ്ടാവരുത്. കൊള്ള ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഭരണമാണിത്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയക്കാരനും ഗ്യാങ്ങും കേരളത്തിൽ നിന്ന് ഓട്ടിക്കേണ്ട കാലം കഴിഞ്ഞു. നമുക്ക് ജനകീയ ഭരണം വരണം. അത് UDF ഇത്തവണ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.